സുഹേലിനെ കൊണ്ട് കുറേ ബുദ്ധിമുട്ട്, നന്നായിട്ട് ബുദ്ധിമുട്ടി. എന്തായിരുന്നു ആക്ച്വലി ആ ഒരു ഇൻസിഡന്റ് ഒന്നൊന്ന് പറയാൻ പോകാൻ പറ്റും? ഡെയറിംഗ് ആണോ പൊസസീവ്നെസ് ആണോ സൈക്കോ ആണോ എന്നുള്ളതൊന്നും നിപ്പ വരണം, നായിൻ്റെ മോളെ നിപ്പ വന്നില്ലെങ്കിൽ നിന്റെ സാധനങ്ങളൊക്കെ കത്തിക്കും. അവനിങ്ങനെ ഒരു സുഹേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് കുറേ മെസ്സേജ് അയച്ചു. അപ്പോൾ എന്താന്ന് തുറന്നു നോക്കിയപ്പോൾ നാളെ ചാവും ഇന്ന് ചാവാൻ നിൽക്കുകയാണ്, സൂയിസൈഡ് പോയിന്റിലാണ്, ജസ്റ്റ് വന്നൊന്ന് കണ്ടോട്ടെ, നിങ്ങളുടെ സ്റ്റോറീസും റീൽസൊക്കെ കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് ആൾ കൺവിൻസ് ചെയ്തു എന്നെ. എപ്പോഴാണ് ശരിക്കും ഈ ട്രാവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കണ്ടുപിടിച്ചതും തുടങ്ങിയതൊക്കെ? അപ്പോൾ ഒരു സോളോ ട്രിപ്പ് പോയി. പിന്നെ ഒരു 2 years ബാക്ക് ഡിപ്രഷൻ അടിച്ചു, നന്നായിട്ട് ഡൗൺ ആയി പോയി. ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം ഞാൻ നോർമലായി, മെന്റലി ഓക്കെ ആയി. അപ്പം എനിക്ക് മനസ്സിലായി ട്രാവൽ എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരാളാണ്. ഞാൻ കഷ്ടപ്പെട്ട് വലിച്ചു പിടിച്ചു കൊടുക്കൊണ്ടിരുത്തിയിരിക്കുകയാണ്. യാത്രകളിൽ നിന്ന് യാത്രകളിലേക്ക് പോകുന്നതിൻ്റെ തിരക്കിനിടയ്ക്കും നമ്മുടെ ക്ഷണമൊക്കെ സ്വീകരിച്ച് നമുക്ക് വേണ്ടി കുറച്ച് സമയം തരാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പുലിക്കുട്ടിയാണ്. സോ ലെറ്റ് മീ വെൽക്കം വൃന്ദ, ഇമ്പൾസീവ് ട്രാവലർ. വെൽക്കം ടു ദി ഷോ. ഹലോ, താങ്ക് യു. സന്തോഷമായോ? ഭയങ്കരമായിട്ട്. ഇൻട്രോ കുറച്ചുകൂടെ വേണമായിരുന്നോ? വേണ്ട, തന്നെ അധികമാണോ? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആ പേരിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പൾസീവ് ട്രാവലർ, ഇത് എവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത്? എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയേ? പ്രത്യേകിച്ച് എവിടുന്നും എടുത്തതെന്നുള്ളതല്ല, എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പൾസീവ് ആണ്, ആവേശം കൂടുതലാണ്. പണ്ടത് എടുത്തുചാട്ടായിരുന്നു, ഇപ്പൊ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു നേച്ചർ ഉണ്ടായതുകൊണ്ട് ഇമ്പൾസീവ് ട്രാവലർ നിട്ടുന്നേ ഉള്ളൂ. സ്വന്തം ഐഡിയ ആയിരുന്നോ പേര്? സ്വന്തം ഐഡിയ ആണ്. ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ടൈമിൽ ഇങ്ങനെ തന്നെയാ പേര്? ആദ്യം വൃന്ദായിരുന്നു. ഒരു 900 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഇമ്പൾസീവ് ട്രാവലർ ആ പേരിലേക്ക് മാറി. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന ടൈമിലൊക്കെ തന്നെയും ട്രാവലിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? ട്രാവലിംഗ് ആദ്യം ഉണ്ട്, അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റ അക്കൗണ്ട് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റയൊക്കെ വരുന്നത്. ആദ്യം വ്ളോഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ശരിക്കും ഈ ട്രാവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കണ്ടുപിടിച്ചതും തുടങ്ങിയതൊക്കെ? ഒരു 4 കൊല്ലം മുന്നേ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതൊരു ഇതെന്റെ ഒരു മെയിൻ ആണ്, പാഷനാണ്. ആ ഒരു തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 years ബാക്ക് അല്ലെങ്കിൽ ഒരു 2.5 years ബാക്ക് ഒരു ഡിപ്രഷൻ അടിക്കാൻ കുറച്ച് നന്നായിട്ട് ഡൗൺ ആയി പോയി. ആ ഡൗൺ ആയി പോയ സമയത്ത് ഡോക്ടറെ കാണിച്ചിരുന്നു, ആന്റി ഡിപ്രസൻസ് എടുത്തിരുന്നു, കൗൺസിലിംഗ് എടുത്തിരുന്നു. ആ സമയത്തൊന്നും റെഡി ആയില്ല. അപ്പോൾ ഒരു സോളോ ട്രിപ്പ് പോയി സിക്കിമിലേക്ക്. ഫസ്റ്റ് സോളോ ട്രിപ്പ് അതായിരുന്നു. സിക്കിമിലേക്കായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം ഞാൻ നോർമലായി, മെന്റലി ഓക്കെ ആയി. അപ്പം എനിക്ക് മനസ്സിലായി ട്രാവൽ എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം എനിക്ക് തോന്നി ട്രാവലാണ് എൻ്റെ മെയിൻ പരിപാടി, സാധനം, പാഷൻ. ഇതാണ് ഞാൻ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവം മനസ്സിലായി. ഈ ഫസ്റ്റ് ഇപ്പം ഇത്രയും ലൈക്ക് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് സോളോ ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ട് വേണ്ടേ? ഇല്ല, അവര് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇല്ല. പിന്നെ എങ്ങനെയാ പോയപ്പോ? വഴക്കുണ്ടാക്കിയാ പോയത്. എങ്ങനെ കൺവിൻസ് ചെയ്തു? കൺവിൻസ്ഡ് ആയിരുന്നില്ല. ഞാൻ എന്തായാലും പോവും, ഒന്നെങ്കിൽ നിങ്ങളിന്റെ കൂടെ പോന്നോളൂ എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛന് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോരാൻ പറ്റില്ല, നിങ്ങൾ വന്നാലും ഒന്നില്ലല്ലോ ഞാൻ എന്തായാലും പോവും. അങ്ങനെ വാശി പിടിച്ചിറങ്ങിയതാണ്. സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 weeks എന്തായാലും ഉണ്ടായിരുന്നു. 3 weeks സോളോ ട്രിപ്പ് പോയി, വീട്ടിൽ വഴക്കുണ്ടാക്കി തന്നെ പോയി. തിരിച്ചു വന്നപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഒരു റിയാക്ഷൻ? പോകുന്ന റിയാക്ഷൻ ആയിരുന്നു ഞാനിങ്ങനെ എന്തോ മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ചാവാൻ പോകൂലേ നമ്മൾ, ആ ഒരു രീതിയിലാണ് അവൻ്റെ നോക്കിയത്. അതായത് ഇനി തിരിച്ചു വരവ് ഉണ്ടാവുമോ, ആ ഒരു ദയനീയ ലുക്കായിരുന്നു പോകുമ്പോ ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോ തിരിച്ചെത്തിയല്ലോ എന്നുള്ളൊരു റിയാക്ഷൻ, സന്തോഷം, സമാധാനം. വൈ സിക്കിം ഒരു സോളോ ട്രിപ്പ് ചൂസ് ചെയ്തപ്പോ? പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല. മൈൻഡിൽ പെട്ടെന്ന് സിക്കിം വന്നു, എന്നാ സിക്കിം പോവാൻ തോന്നി. അതാ പറഞ്ഞ ഇമ്പൾസീവ്നെസ്, എന്ത് തോന്നുന്നു അതങ്ങോട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകേണ്ടി വന്നപ്പം പോയപ്പോ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയാ ഓവർകം ചെയ്തേ? ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഫുഡ്, അക്കോമഡേഷൻ ഒക്കെ ബുദ്ധിമുട്ടല്ലേ? നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ എൻഗേജ്ഡ് ആവുമല്ലോ. ഇതൊക്കെ ഞാൻ തന്നെ തനിയെ ചെയ്യണ്ടേ. അപ്പൊ ഡിപ്രസ്ഡ് ആയിരിക്കാനും സാഡ് ആയിരിക്കാനും പിന്നെ ടൈമില്ല. എന്റെ ട്രെയിന്, എന്റെ ഫുഡ്, എന്റെ എല്ലാം ഞാൻ തന്നെ നോക്കണം. അപ്പൊ നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ്. അങ്ങനെയാണ് റെഡി ആവുന്നത്. അപ്പൊ അതങ്ങ് ഫേസ് ചെയ്യാന്ന് കരുതി. ഓൾറെഡി ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആൾക്ക് ഇനി എന്തെങ്കിലും വഴി കിട്ടുകയാണല്ലോ വേണ്ടത്, ഒന്ന് റെഡി ആവാന്.
ഫേസ് ചെയ്യാതെ വേറെ നിവർത്തില്ല, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഫിനാൻഷ്യലി ഒക്കെ ലൈക്ക് 3 ആഴ്ചയൊക്കെ മാറി നിൽക്കണമെങ്കിൽ നല്ല പൈസ വേണമല്ലോ. അന്ന് കയ്യിലുള്ള പൈസ എടുത്താ ഇറങ്ങിയത്. അച്ഛൻ പറഞ്ഞു എപ്പോ വേണമെങ്കിലും വിളിക്കാം, ഫിനാൻഷ്യൽ സപ്പോർട്ടിന് എപ്പോ വേണമെങ്കിലും വിളിക്കാം, അയച്ചുതരാന്നുള്ളത്. അങ്ങനെയെങ്കിൽ റെഡി ആണെങ്കിൽ റെഡി ആയിക്കോട്ടെ, കയ്യിലുള്ള പൈസ എടുത്താ പോയത്. അക്കോമഡേഷൻ ഒക്കെ അപ്പം പോയി അറേഞ്ച് ചെയ്തു, അങ്ങനെ സ്വന്തമായിട്ട് നോക്കി. സിക്കിമിൽ എത്തിയിട്ട് ഞാൻ മലയാളീസിനെ കണക്ട് ചെയ്തു. നമ്മളിങ്ങനെ ചോദിക്കും ആരെങ്കിലും സിക്കിമിൽ അറിയുന്ന മലയാളീസ് ഉണ്ടോന്ന്. ഫ്രണ്ട്സ് വഴി ഇങ്ങനെ കണക്ട് ചെയ്ത് 2 മലയാളീസിനെ അവിടെ കിട്ടി. അവരെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നു, അതായത് അവരെ വർക്ക് ചെയ്യുന്നവരായിരുന്നു. ഇങ്ങനെ ഈ ട്രാവൽ ചെയ്യുമ്പം അറിയാത്തവരെ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് നിൽക്കാൻ അതൊരു ധൈര്യവും വേണം, ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടാവും. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഈ സ്ട്രേഞ്ചേഴ്സ് അറിയുമ്പോൾ ആദ്യം കാണുന്ന ആൾക്കാരല്ലേ, അപ്പോ അതൊരു കൗതുകമാണ്. അവരെങ്ങനെയാന്ന് അറിയാനുള്ള ഒരു കൗതുകം. ആ കൗതുകത്തിലാണ് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ പോവാറുള്ളത്. അല്ല ആദ്യം കിട്ടിയ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അതായത് സ്ട്രേഞ്ചേഴ്സിന് വലിയ അടികളിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോന്നു. പക്ഷെ ഈ ലാസ്റ്റ് ട്രിപ്പിൽ നല്ലൊരു അടി കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി നല്ല റിസ്ക് ഫാക്ടർ ആണുള്ളത്. അതുവരെ എനിക്കിത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു, എൻജോയ്മെന്റ് ആയിരുന്നു. ശരി രസമാണ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ആൾക്കാരെ കിട്ടും, കോ ട്രാവലേഴ്സിനെ കിട്ടും. പക്ഷേ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ട്രസ്റ്റ് ഇഷ്യൂ ഞാൻ വല്ലാതെ വെക്കലില്ല. അതിനാണ് ഇപ്പൊ ലാസ്റ്റ് പണി കിട്ടിയത്. അതായത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരെ സ്വന്തം ബ്രദറിനെ പോലെ ഫ്രണ്ടിനെ പോലെ അങ്ങ് എടുക്കും. ചിലപ്പോൾ അത് മുതലാക്കാൻ അവർ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ പെടും. ഓക്കെ, നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ നേരെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വരാം അല്ലേ? നേരെ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കയറാം. പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ ആളുടെ? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇനി എനിക്ക് ഭീഷണി വരാതിരുന്നാൽ മതി. സുഹേൽ അല്ലേ? സുഹേലിനെ കൊണ്ട് കുറേ ബുദ്ധിമുട്ടി, നന്നായിട്ട് ബുദ്ധിമുട്ടി. എന്തായിരുന്നു ആക്ച്വലി ആ ഒരു ഇൻസിഡന്റ് ഒന്നൊന്ന് പറയാൻ പോകാൻ പറ്റും? ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് കാഠ്മണ്ഡു എത്തി. തമിഴിലാണ് പ്രോപ്പർ എത്തിയത്. അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പോയി, അവർക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ അവർ പോയി, ഞാൻ അവിടെ റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ വോയിസ് മെസ്സേജ്, കുറേ മിസ്ഡ് കോൾസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം അത്രയും നാൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു എന്തെങ്കിലും അർജൻസി ആണെന്ന് കരുതിയിട്ട് നോക്കി. ഞാൻ പൊതുവേ ഇൻസ്റ്റയിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഇപ്പം എല്ലാവരും പറയുന്നത്, എനിക്ക് തോന്നുന്നതും. അപ്പോൾ അവനിങ്ങനെ ഒരു സുഹേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് കുറേ മെസ്സേജ് അയച്ചു. അപ്പോൾ എന്താന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഫുള്ളി ഇങ്ങനെ ഞാൻ ഭയങ്കര സാഡ് അവസ്ഥയിലാണ്, ലൈഫിൻ്റെ ഒരു മോശം അവസ്ഥയിലാണ്, ഞാൻ നാളെ ചാവും ഇന്ന് ചാവും എന്ന് നിൽക്കുകയാണ്, മീൻസ് മരിക്കുന്നുണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സൂയിസൈഡ് പോയിന്റിലാണ്, ജസ്റ്റ് ഒന്നൊന്ന് കണ്ടോട്ടെ, നിങ്ങളുടെ സ്റ്റോറീസും റീൽസൊക്കെ കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഒന്ന് കണ്ടാൽ ഒരു സമാധാനം കിട്ടിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആള് കൺവിൻസ് ചെയ്തു എന്നെ. അപ്പോൾ ഞാനും ഓർത്തു ട്രാവൽ ചെയ്യാനൊന്നുമല്ലല്ലോ, ജസ്റ്റ് കാണാനല്ലേ. ഇല്ല, ആള് ഡൽഹിയിലായിരുന്നു. ഞാൻ കാണാൻ വേണ്ടിട്ട് നേപ്പാൾ വന്നു. ഡൽഹിയിൽ നിന്ന് നേപ്പാളിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അത്രയും കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ട് ഞാനൊരു യെസ് പറഞ്ഞു. അത് എന്റെ വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി. അപ്പോൾ ആള് വന്നു, സംസാരിച്ചു, കണ്ടു. ഫസ്റ്റ് 2 days എനിക്ക് വളരെ നോർമലായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും തോന്നി. ആള് അവിടെ എത്തി, കാഠ്മണ്ഡു എത്തി, വേറെ റൂം എടുത്തു. ഞാൻ നിൽക്കുന്നവിടെ തന്നെ ആള് വേറെ ഹോട്ടലിൽ എടുത്തു. ഈ ഒരൊറ്റ ഫാക്ടറിനാണ് ആള് വന്നത്, വൃന്ദയെ കാണുന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിട്ട് ഡൽഹിയിൽ നിന്ന് വരെ. എന്തായാലും നേപ്പാൾ വരാൻ വേണ്ടി നിന്ന ആളാണ് ഞാൻ. എന്തായാലും നേപ്പാൾ വരുന്നുണ്ട്, ഇപ്പം വരികയാണെങ്കിൽ തന്നെ കൂടെ കാണാനോ എന്നുള്ള ഒരു മൈൻഡില്. പക്ഷെ ആ വോയിസ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊഴികെ ബാക്കി എല്ലാ പൊട്ടരും മനസ്സിലാവും ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത്. എന്റെ മിസ്റ്റേക്ക് ഞാനിപ്പോൾ അംഗീകരിക്കാതിരുന്ന കാര്യമൊന്നുമില്ല, അത്രയും മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ ഓക്കെ പറഞ്ഞു, ആള് വന്നു, വേറെ ഹോട്ടലിൽ റൂം എടുത്തു, ഞാനിവിടെ തന്നെ നിന്നു. 2 ദിവസം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, കൺവീനിയന്റ് ആയിരുന്നു. ആ 2 ദിവസം കൊണ്ട് ഞാൻ അങ്ങ് വിഴുങ്ങി, ട്രസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്തു. അത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പോൾ അന്ന് രാത്രി ഒരു 1 hour എനിക്കൊരു കോള് വന്നു, പേഴ്സണൽ കോള്, ഫ്രണ്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് എൻ്റെ വഴിക്ക് അങ്ങ് പോയി. ആ ഒരു 1 hour രാത്രി എന്നെ കണ്ടില്ല, ഞാൻ അവനാകെ പാനിക്കായി എന്നൊക്കെ പറഞ്ഞ് ആ സമയം മുതലാണ് കെയറിങ് ആണോ പൊസസീവ്നെസ് ആണോ സൈക്കോ ആണോ എന്നുള്ളതൊന്നും ആളെന്തായാലും മറ്റേ പ്രപ്പോസ് ചെയ്യാൻ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ടും വൃന്ദ ഒരാളെ ഫോൺ വിളിക്കാൻ പോയപ്പോ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എവിടെയാണ്, എനിക്കിപ്പോ കാണണം, അങ്ങനെ ഇങ്ങനെ. ഞാനിപ്പോ ഒരു 1 hour ആയിട്ട് നിന്നെ തപ്പി ഈ സ്ട്രീറ്റിലൂടെ മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ നടന്നു, ഞാൻ ഭയങ്കര പാനിക്കായി, അങ്ങനെയൊക്കെ പറഞ്ഞ ആള് കുറെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇപ്പൊ റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല റൂം പോവാൻ, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രാവശ്യം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് പെട്ടെന്ന് ട്രിഗറായി, അബ്നോർമലായി ബിഹേവ് ചെയ്യാൻ തുടങ്ങി. നീ ഇപ്പം വരണം, അതിൻ്റെ മോളെ നീ ഇപ്പം വന്നില്ലെങ്കിൽ നിന്റെ സാധനങ്ങളൊക്കെ കത്തിക്കും,
ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്, വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറുതെ തള്ളുന്നതല്ല. രാത്രി ഒരു 12:30-1 മണി സമയത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ വൃന്ദ ഒരുപാട് ദൂരെയായിരുന്നോ? ഫോൺ വിളിച്ച് പുറത്തായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അവൻ കുറെ തപ്പി അവൻ തിരിച്ച് റൂമിലേക്ക് പോയി. എന്നിട്ട് ഇനി എന്നോട് റൂം വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്തു? തിരിച്ച് റൂമിലോട്ട് വന്നോ? കാര്യം സാധനങ്ങളൊക്കെ അവിടെ അല്ലേ ഇരുന്നേ? ഇങ്ങനെ അബ്നോർമൽ ആയപ്പോ എനിക്ക് മനസ്സിലായി ആള് പ്രശ്നമാണെന്നുള്ളത്. പിന്നെ കത്തിയുടെ പിക്കൊക്കെ അയച്ചിട്ട് ഞാനിപ്പോൾ സൂയിസൈഡ് ചെയ്യും നീ വന്നില്ലെങ്കിൽ, ഇപ്പോൾ റൂഫിന്റെ മുകളിൽ താഴത്തേക്ക് ചാടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രെട്ടനിങ് തുടങ്ങി. അപ്പോൾ ഞാൻ ആകെ പാനിക്കായി, റൂമിലേക്ക് ചെല്ലാൻ നിവർത്തില്ല. എങ്ങനെ ഹാൻഡിൽ ചെയ്തു? വീട്ടിൽ അറിയിച്ചപ്പോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആ 1 മണി സമയത്ത് ചേച്ചി ഓൺലൈനിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചേച്ചിനെ വിളിച്ചു, അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് സംസാരിച്ചു. ഞാൻ ആകെ കരയാൻ തുടങ്ങി. ഫുള്ള് കരഞ്ഞു. ഇപ്പൊ പറയാതിരുന്നൊരു കാര്യമില്ലല്ലോ. ഫുള്ള് കരഞ്ഞു. അമ്മയോട് പറഞ്ഞു, നിങ്ങളൊന്ന് സുഹൈലിനോട് സംസാരിച്ചിട്ടൊന്ന് കൺവിൻസ് ചെയ്യുമെന്ന്. കാരണം അമ്മ പറഞ്ഞാൽ ചിലപ്പോ കേൾക്കുന്നുള്ളതാണ് അന്നേരം എനിക്ക് ഓടിയത്. നമ്മള് അച്ഛനും ഒക്കെ അറിയായിരുന്നു സുഹൈൽ വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ എല്ലാ ഫ്രണ്ട്സിനും അമ്മയ്ക്കും അച്ഛനും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതായത് എന്റെ ഡെയിലി ലൈഫ് അപ്പപ്പോ നടക്കുന്ന കാര്യങ്ങൾ അവരറിയും. അപ്പൊ സുഹൈൽ വരാൻ വേണ്ടി പറഞ്ഞതും സുഹൈൽ വന്നതും എല്ലാം വീട്ടുകാർക്ക് അറിയാം. അമ്മ അച്ഛനും എല്ലാ അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മ സംസാരിച്ചു. രാത്രി 1 മണി 1:30 അമ്മ സംസാരിച്ച് അവനെ കാരണം കൺവീൻസ് ചെയ്തു, അവളിന്ന് പൊയ്ക്കോട്ടെ. അതായത് ഇവൻ വിടുന്നില്ല. എന്റെ ഒരു പെപ്പർ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് യൂസ് ചെയ്യാൻ ബാഗ് ഫുൾ അവന്റെ കയ്യിലാ. ലഗേജ് എല്ലാം റൂമിനകത്താ. അതാ എനിക്ക് എടുക്കാതെ വേറെ നിവർത്തില്ല. അത് ഒഴിവാക്കി വിടാന്ന് കരുതാൻ അത് കുറെ ഫോളോവേഴ്സിന് വാങ്ങി കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിലുണ്ട്. അപ്പൊ എനിക്കത് ഇട്ടിട്ട് പോകാനും നിവർത്തിയില്ല. അപ്പൊ എനിക്ക് എന്തായാലും റൂമിൽ ചെല്ലണം. റൂമിൽ ഞാൻ സാധനങ്ങൾ എടുത്ത് പുറത്ത് വെക്കുന്നു, അവനെടുത്ത് അകത്ത് വെക്കുന്നു. എനിക്ക് എന്തായാലും ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് ഫിസിക്കലി പോസിബിളായ കാര്യമല്ല. എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് നാക്കിൽ ഇറങ്ങാന്നല്ലാതെ എനിക്ക് വേറെ നിവർത്തി. നേരിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ആൾ ഇതേപോലെ ഈ ഒരു അഗ്രസീവ് നേച്ചർ തന്നെയായിരുന്നു. അതായിരുന്നു. എന്താ കാരണം പറഞ്ഞ എന്താ ഫോൺ വിളിച്ച് പുറത്തു പോയത്? ആ 1 മണിക്കൂർ ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്താടി പൊട്ടനാടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അതായത് എനിക്കൊരു വില തരുന്നില്ല എന്നുള്ള രീതിയിൽ ആൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിരിക്കും. പിന്നെ ഈ നേച്ചർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതും ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. റിജക്ഷൻ ഫീലിംഗ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അപ്പയ്ക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് മനസ്സിലായി. എന്തായിരുന്നു ശരിക്കും? പിന്നീടാണ് ഞാൻ ഇയാളെ പറ്റി നന്നായിട്ട് അന്വേഷിക്കുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ട സമയത്ത് എനിക്ക് ഇഷ്ടംപോലെ റെസ്പോൺസ് കിട്ടി. ഇയാളെന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തല്ലി ഓടിച്ചതാ ഇവനെ. എന്തിനാന്ന് വെച്ചാൽ 5-6 പെൺപിള്ളേരെ ഇതേപോലെ കൺവിൻസ് ചെയ്ത് അവരെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് മറ്റേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ത്രെട്ടനിങ് ചെയ്ത് പൈസ കൈക്കലാക്കി അവിടുന്ന് ആൾക്കാർ തല്ലി ഓടിച്ചതാണ് ആളെ ഡൽഹിക്ക്. അപ്പം അവന്റെ വരവിന്റെ ഉദ്ദേശം അതായിരുന്നു. എങ്ങനെയോ കഴിച്ചിലായതാണ് ഞാൻ. ആളെന്തോ മറ്റേ കുളിക്കുന്ന വീഡിയോ അങ്ങനെ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അത് എടുക്കാനായിരിക്കും ചിലപ്പോ അന്ന് രാത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് നടന്നില്ല. അത് നടക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൂടി ആയിരിക്കാം ചിലപ്പോ അന്ന് കാണിച്ചിട്ടുണ്ടാവുക. ഓ, അതാണ് എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പിന്നെ പറയുന്നതാണ് ത്രെട്ടൻ. പക്ഷെ ശരിക്കും വീഡിയോ കിട്ടിയില്ല. എനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയില്ല. ഓക്കെ. പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് പോന്നു? ലൈക്ക് എങ്ങനെ ഇറങ്ങി പോകുന്നത്? അമ്മ പറഞ്ഞ് കൺവിൻസ് ചെയ്തതുകൊണ്ട് അമ്മ പറഞ്ഞു, നീ ഇപ്പൊ അവളെ വിട്ടേക്ക്, അവള് നാളെ രാവിലെ തിരിച്ചു വന്നോളും, നിന്റെ അടുത്തേക്ക് വന്നോളൂ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അത് അമ്മയുടെ ഒരു ബുദ്ധി. അത് പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് അന്ന് രാത്രി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്റെ പഴയ ഹോസ്റ്റലിലേക്ക് പോയി. പിന്നെ വന്നില്ല, പറയാൻ വന്നില്ല ആള്? ഇതേപോലെ വന്നു. പിറ്റേന്ന് മുതൽ ഫുൾ ഫോളോവിങ്ങും ത്രെട്ടനിങ്ങും ആയിരുന്നു. എനിക്ക് സ്വരം നിന്നിട്ടില്ല. ഫോൺ വിളിക്കുക, തെറി പറയാ. എന്റെ അമ്മേനെ അമ്മേനൊക്കെ വിളിച്ച് അമ്മേനോട് ഡയറക്റ്റ് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര മെന്റലി ഡൗൺ ആക്കി. നമ്മൾ മൊത്തം അന്വേഷിച്ചപ്പോൾ ആളെ പേരിൽ ഓൾറെഡി ഒരുപാട് കേസുകൾ ഉണ്ട്. വിസ തട്ടിപ്പ്, പെണ്ണ് പിടിക്കല്, ത്രെട്ടനിങ്, ഇങ്ങനെ ഒരുപാട് കേസ്. പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്ത് പൈസ പിടിക്കല്, ഇതൊക്കെ. പിന്നെ ഇതൊന്നൊക്കെ ഊരി പോരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇയാൾക്ക് മെന്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പുള്ളിക്ക് വയ്യാത്തതാന്നുള്ള രീതിയിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ശരിക്കും മെന്റലാണ്. പക്ഷെ ആ മെന്റലാന്ന് അറിഞ്ഞുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന ഒരു ക്രിമിനൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിപ്പോ നമുക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവനറിയാം അവനെ ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവൻ പറഞ്ഞത് അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 crore സംതിങ് എന്തോ. ഈ പറഞ്ഞ ഈ ആൾപ്പെമ്പിള്ളേരൊക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ആയിരിക്കും. പെണ്ണിനെ ത്രെട്ടൻ ചെയ്താൽ 5 ലക്ഷം 10 ലക്ഷം എത്ര വേണമെങ്കിലും പാരന്റ്സ്. ഇതുവരെ അവർ ആരെയും പേരൻസ് ഒന്നും ഇതിനെതിരെ റിയാക്ട് ചെയ്യോ ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവരൊക്കെ വീഡിയോ ശരിക്കും എന്റെ കയ്യിലുണ്ട്. അപ്പൊ പാരന്റ്സ് എന്താ കരുതുക, മോളെ ഭാവി നശിപ്പിക്കണ്ട. ലീഗലി പോയിട്ടും കാര്യമില്ല. ഒരു സൈക്കോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാനസികമായി സുഖമില്ലാത്ത ഒരാൾ ചെയ്യുന്ന
ഒരു പ്രവൃത്തിയായിട്ട് കോടതി കൺസിഡർ ചെയ്യും. ശരിക്കും ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ ഉണ്ട്. ഇത് എങ്ങനെ എൻഡ് ചെയ്തത് ലാസ്റ്റ്? ലൈക്ക് എങ്ങനെ അവിടെ രക്ഷപ്പെട്ടു വന്നു? അവിടുന്ന് രക്ഷപ്പെട്ടു പറഞ്ഞാൽ അത് ശരിക്കും കഷ്ടപ്പാടായിരുന്നു. അതായത് ഇവൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര്, അതായത് ഈ ഫോളോവേഴ്സൊക്കെ അവനെ വിളിച്ച് കുറേ തെറിയൊക്കെ വിളിച്ചതുകൊണ്ട് അവനൊന്ന് അടങ്ങി. അതായത് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ള അവന് പിന്നെ മനസ്സിലായി. അത്രയും പേര് അതിന് ഫോളോവേഴ്സിന് നല്ല നന്ദി പറയുന്നുണ്ട് ഞാൻ. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പൊ അവരെ സപ്പോർട്ട് കൊണ്ടും അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൂടെ ഉണ്ടായത് കൊണ്ടും നാട്ടിലേക്ക് എത്താൻ പറ്റി. ഇത് ഇനി നിങ്ങൾക്ക് കേസാകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, ഇതിവിടെ ചെയ്യുവാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് പോയി രജിസ്റ്റർ ചെയ്യും, അതായത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യും. കാരണം നാളെ ഇനി ഇതിന്റെ ബാക്കി വന്നാല് ഇതെന്താന്ന് രജിസ്റ്റർ ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യം വരും. ആളുടെ ഫാമിലി ഒക്കെ ഇതറിഞ്ഞോ? ഫാമിലിയൊക്കെ ഓൾറെഡി ആളെ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയതാണ്. അപ്പോൾ അവര് എന്ത് ചെയ്താലും എന്താക്കിയാലും അവര് അത് വിട്ട കേസാണ്. വീട്ടുകാരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ആൾക്ക്. അപ്പൊ പിന്നെ ഫുൾ ഫ്രീഡം ആയല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അല്ലേ? ആ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെ കൊണ്ട്. ഓൾറെഡി ഇഷ്ടംപോലെ കേസുകളുണ്ട്. റമദാനൊക്കെ അവന്റെ വീട്ടിൽ വന്നിട്ട് അവനെ അടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ്. വീട്ടിൽ വന്നാൽ വീട്ടുകാർക്ക് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് അവനെ ഒഴിവാക്കി വിട്ടതാണ് വീട്ടുകാർ. പിന്നെ ഇതിന് ശേഷം പിന്നെ ആൾ എന്തെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. ഏത് അവനാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ടല്ലേ പുറകില് കോൺടാക്ട് ഒക്കെ ചെയ്തിട്ട്? ദൈവമേ. അച്ഛനൊക്കെ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്ത ഈ ഒരു ഇൻസിഡന്റിനെ? എന്നോടാണോ? അച്ഛൻ ഭയങ്കര സപ്പോർട്ട്, അതായത് സപ്പോർട്ടീവ് ഉദ്ദേശിച്ചത് 2-3 തവണ എന്നെ വിളിച്ചു. ആ സമയത്തൊക്കെ ഞാൻ എടുത്തില്ല. പക്ഷെ അച്ഛന് വോയിസ് മെസ്സേജ് ആയിട്ട് നീ ഓക്കെ ആകുമ്പോൾ ഇങ്ങോട്ടൊന്ന് വിളിക്കിട്ടോ, അതൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് എൻ്റെ മിസ്റ്റേക്ക് അല്ലേ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ കുറ്റപ്പെടുത്തിയില്ല. ഇതൊരു നമുക്കൊരു അബദ്ധം സംഭവിച്ചു, സാരമില്ല, ഇനി ശ്രദ്ധിക്കണം. ഈ ആൾക്കാരൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ എടുക്കണം. യാത്ര ചെയ്തോ, കൂടെ പോയി താമസിക്കരുത്, റൂം പോയി നിൽക്കരുത്, ഇങ്ങനെ പറഞ്ഞ അച്ഛൻ കുറച്ച് സപ്പോർട്ടീവായിട്ട് നിന്നു. അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഭയങ്കര പാടാണ്. ആരിപ്പോ ജോയിൻ ചെയ്തിട്ട് വെച്ചാൽ ഒറ്റയടിക്ക് നോ സോറി ഇപ്പൊ താല്പര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്സ് തരാം, കൂടെ വരണ്ട പോലും ഞാനിപ്പോ വെക്കുന്നില്ല. ശരിക്കും ഒരു മലയാളിയുടെ കയ്യിൽ നിന്നാണല്ലോ ഇത്രയും സ്ഥലത്ത് ട്രാവൽ ചെയ്ത് ഇപ്പൊ അവിടെ പോയ സ്ഥലത്ത് കുറേ സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടില്ലേ, ടെന്റ് ചെയ്തു ഒക്കെ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടും ഒരു മലയാളിയുടെ സൈഡിൽ നിന്നാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയി. നേപ്പാളികൾ ആരും ഇമ്മാതിരി പരിപാടി കാണിച്ചില്ല. മലയാളിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. വേറെ എവിടെയെങ്കിലും ഇതിന് മുന്നേ ട്രാവൽ ചെയ്തിട്ട് ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്ട്രേഞ്ചേഴ്സിന്റെ സൈഡിൽ എന്തെങ്കിലും വേറെ രീതിയിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളായിട്ട് എന്തായാലും കുറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. അപ്പം ചെറിയ അടിപിടി ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ വെല്ലുവിളിയായിട്ട് ത്രെട്ടനിങ് ആയിട്ടുള്ള രീതിക്ക് മോശമായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത്രയും ഭയാനകമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് ഇനി ആ ടോപ്പിക് വിടാം. നമ്മൾ അതിനകത്ത് ഇനി പറഞ്ഞു വിഷമിക്കണ്ട. അത് കഴിഞ്ഞിട്ട് ലൈക് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്താണോ കൂടുതൽ നിന്നത്? ഇൻസ്റ്റാഗ്രാമിൽ നല്ല സപ്പോർട്ടീവായിരുന്നു. പക്ഷെ യൂട്യൂബിൽ 2 റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട്. അതിലൊന്ന് എന്നെ നല്ല അടിച്ച് പറയുന്നതാണ്. അടിച്ച് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, യെസ് പറയാൻ പാടില്ലായിരുന്നു, ഡിപ്രഷൻ മാറ്റേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ ഒരാളെ. അപ്പൊ ആ രീതിയിൽ എന്നെ മോശമാക്കിയിട്ടാണ് അതിൽ പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തർ റിയാക്ഷൻ അല്ലേ, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ 2 വീഡിയോസ് ആണോ വന്നിട്ടുള്ളത്? 2 വീഡിയോസ് ഉണ്ട്. ഒന്ന് സപ്പോർട്ടീവായിട്ടും ഒന്ന് ഭയങ്കര നെഗറ്റീവായിട്ടും. അത് കണ്ടിട്ട് ഈ ഫാമിലി അങ്ങനെ ലൈക് വീട്ടിൽ നിന്നല്ലാതെ വേറെ കസിൻസോ ഫ്രണ്ട്സോ അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അല്ല, എൻ്റെ മൊത്തം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇമാതിരി സംഭവങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അതായത് ഇങ്ങനത്തെ ഉടായ്പൂരടി കുറവായതുകൊണ്ട് എന്നെ പറ്റി വലിയൊരു ബാഡ് ഇംപ്രഷൻ അല്ല എൻ്റെ ഫാമിലിയിലുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സംഭവം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി സ്റ്റോറി ഇട്ടുകൊണ്ട് അവരാരും എനിക്ക് അഗെയിൻസ്റ്റ് അല്ല, എല്ലാവരും സപ്പോർട്ട്. വലിയ കാര്യം, ഭയങ്കര വലിയ കാര്യമാണ്. എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അതായത് നമ്മളെ മുന്നേ ഹിസ്റ്ററി, നമ്മളെ ബാക്ക് ഹിസ്റ്ററി മോശമാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ ബാക്ക് ഹിസ്റ്ററിയിൽ അത്ര വലിയ പ്രശ്നം ഈ വീട്ടിൽ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടല്ലേ അവർക്കെല്ലാം അറിയാൻ പറ്റിയ. അല്ല, ഞാൻ ഈ സുഹേല് വിളിച്ച അമ്മ ഇങ്ങനെ ആളിങ്ങനെ വരട്ടെ ചോദിക്കേണ്ടപ്പോ ഞാനും എൻ്റെ അമ്മയൊക്കെ വലിയ മനുഷ്യത്വം ആവശ്യമില്ലായിരുന്നു. അമ്മയൊക്കെ പറഞ്ഞു പോട്ടെ വരട്ടെ. അമ്മ എന്നോട് പറഞ്ഞു ഓ വന്നോട്ടെ മോളെ, എന്താ വെച്ചാല് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെങ്കിൽ ഓ വന്നോട്ടെ. അപ്പൊ അമ്മയൊക്കെ പെർമിഷൻ, അമ്മേനെ കുറ്റം പറയല്ലോ. ഞങ്ങളൊക്കെ നോർമലായിട്ടാ ചിന്തിച്ചേ, അത്ര നോർമൽ ആവണ്ടെന്ന് ഇപ്പൊ തോന്നി. ഇപ്പൊ എല്ലാവരെയും ഒന്ന് പേടിച്ച് ജഡ്ജ് ചെയ്തൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി. പേടിക്കാന്നുള്ളതല്ല, ഭയങ്കരമായ ട്രസ്റ്റിലേക്ക് കടക്കണ്ട. വന്നോട്ടെ, സംസാരിച്ചോട്ടെ, പൊയ്ക്കോട്ടെ. അതിനപ്പുറത്തേക്ക് കയറ്റി എന്തേണ്ട ഒക്കത്ത് വെക്കണ്ടെന്ന് ഞാൻ പഠിച്ചു. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക്കിന്ന് ക്യൊക്കൊന്ന് മാറാം. വെറുതെ സങ്കടപ്പെട്ടില്ലേ നമ്മൾ അതൊക്കെ പറഞ്ഞ് വെറുതെ ആ ഒരു മൂഡിലോട്ട് പോകണ്ട.
ഈ പറഞ്ഞ നെഗറ്റീവ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നേരെ പോസിറ്റീവ് സംഭവത്തോട്ടോ വരാം. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബെറ്റർ തിങ്സ് ആർ ഓൺ ദ വേ. യെസ്, എന്താണ് ബെറ്റർ തിങ്സ്? ഞങ്ങളുടെ ഇന്റർവ്യൂ ആണോ? എന്താണ് ബെറ്റർ തിങ്സ്? തുടങ്ങുന്ന ഒരു 10 മിനിറ്റ് മുന്നേ ഇട്ട സ്റ്റോറിയാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു ബെറ്റർ തിങ് ഇന്റർവ്യൂ ആയിരുന്നു. ആണോ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ലൈഫിലെ. എനിക്ക് വയ്യ, സന്തോഷം. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നതൊക്കെ ഭയങ്കര, അതും നല്ലൊരു ഒരു ഇതിൽ നിന്നിട്ട് അറ്റൻഡ് ചെയ്യാന്ന് ഭയങ്കര അടിപൊളി കാര്യമല്ലേ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ച ആ സ്റ്റോറിയിലെ ബെറ്റർ തിങ്. ബെറ്റർ തിങ്സ് അത് തന്നെയാണ്. വേറെ കുറെ ബെറ്റർ തിങ്സ് വരുന്നുണ്ട്, ഓൺ ദ വേ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരാഴ്ച തികഞ്ഞില്ല, ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും. ആയിട്ടുള്ളൂ. ഇനിയിപ്പോ അടുത്ത എന്നാ? 2 ദിവസം കഴിഞ്ഞാല്. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ അടുത്ത പോവാണ്. ഇതൊന്നും പ്ലാനഡ് അല്ല. അപ്പൊ ആരെങ്കിലും വന്ന് അങ്ങോട്ട് പോവാൻ ഓക്കെ ആണോ, പോവല്ലേ ചോദിച്ചാൽ ഞാൻ ഒരുവിധം ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. കുറെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കാറില്ല. അതാണല്ലോ നമ്മുടെ ഇമ്പൾസീവ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്കിനി നേരെ വരേണ്ട ഒരു ചാപ്റ്റർ ആണ് റപ്തിസാഗർ സൂപ്പർ. അതില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാര്യം കുറെ പേരൊക്കെ വൃന്ദയെ ലൈക്ക് റീലിന് അത്രയും റീച്ച് കയറിയതൊക്കെ ആ ഒരു ട്രെയിൻ യാത്ര കണ്ടിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ മോശമല്ല, വളരെ വേസ്റ്റ് ആയിരുന്നു, ദയനീയമായിരുന്നു. ഇന്ത്യൻ റെയിൽവേ ഇത് കാണണ്ട. ഇന്ത്യൻ റെയിൽവേ കാണണം, റെയിൽവേ അറിയണം. ഇത്രയൊക്കെ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ത്യൻ റെയിൽവേന്റെ സ്ലീപ്പറിന്റെ അവസ്ഥയാണ് ആ കാണിച്ചത്. ജനറൽ ആയിരുന്നില്ല. സ്ലീപ്പറിൽ കയറിയിട്ട് ജനറലിനെക്കാട്ടിലും അവസ്ഥയായിരുന്നു അന്നത്തെ എന്റെ അവസ്ഥ. ടിക്കറ്റ് കൺഫേംഡ് അല്ലാതാണല്ലോ? ടിക്കറ്റ് കൺഫേം അല്ല, പക്ഷെ കയ്യിൽ എന്തുണ്ട്, ഓഫ്ലൈൻ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് യാത്ര ചെയ്യാം. കുറെ പേര് അതിന്റെ അടി വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്, നീയോ അപ്പൊ അങ്ങനെയല്ലേ പോകുന്ന ചോദിച്ചിട്ട്. പക്ഷെ എന്റെ കയ്യിൽ ഓഫ്ലൈൻ ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങിയ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് യാത്ര ചെയ്യാം. പക്ഷെ ജനറൽ ടിക്കറ്റ് എടുത്തവര് അതിൽ കയറിയിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് സ്ലീപ്പറിൽ യാത്രയാണെങ്കിൽ പിന്നെ സ്ലീപ്പറും ജനറലും എന്തിനാ? സത്യം, എല്ലാവർക്കും അങ്ങനെ കയറിയാ പോരെ. എന്തിനാ 2 കാറ്റഗറി? അത് മാത്രമേ അതിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഞാൻ പെട്ടതാണ്. എനിക്ക് റപ്തിസാഗറിനെ പറ്റി അറിയില്ലായിരുന്നു. ഞാൻ ഏതോ ഒരു ട്രെയിനിൽ കയറി. ആ ട്രെയിൻ ഈ ട്രെയിൻ ആയിരുന്നു. സോറി, ആ വാക്ക് പറയരുത്, എന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് യൂസ് ചെയ്യരുത്. കുഴപ്പമില്ല. മൊത്തത്തിൽ ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള ട്രെയിനിൽ നിന്ന് ഉണ്ടായത്? ഒരു 50 മണിക്കൂർ യാത്രയായിരുന്നു. 50 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി സ്ട്രഗിൾസ്, മേജർ സ്ട്രഗിൾസ്? പല്ല് തേക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, മൂത്രയിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഒരു ജനറലിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് നഷ്ടപ്പെടും. വാഷ്റൂം ഒക്കെ അവസ്ഥയായിരുന്നു. സ്ലീപ്പറിന്റെ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും അത് കഴിഞ്ഞപ്പോഴേക്ക് UTI അടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിച്ചാൽ മൂത്രയിക്കണമല്ലോ. അപ്പൊ പിന്നെ വെള്ളം കുടിക്കുന്ന കുറഞ്ഞു. മൂത്രയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ പോവും. ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ. കാരണം ഫുഡ് അധികം കഴിച്ചു കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോകണം. അതുകൊണ്ട് ഫുഡ് അടി കുറച്ചു. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മുടെ ലഗേജ് വെക്കാൻ, എന്റെ വലിയ ബാഗായിരുന്നു, ആ ബാഗ് വെക്കാനുള്ള ഒരു സ്പേസ് പോലും ആ ബോഗിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കിരുന്നു. ഞാൻ എന്നെ നോക്കണം, ബാഗ് നോക്കണം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, എന്റെ പേടി എന്നെക്കാട്ടിൽ എന്റെ ബാഗ് പോകുന്നത്, പോയാൽ തീർന്നു. യാത്ര അവിടെ വെച്ച് പിന്നെ നിക്കൂലോ അല്ലേ. അപ്പൊ ഞാൻ എന്നെക്കാട്ടിലും ബാഗ് ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര ദിവസത്തെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ശരിക്കും ഇതിന് പോയത്? ഞാനൊരു 7-8 മാസത്തെ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. കണ്ടിന്യൂസ് 8 മന്ത് ജേണി. ഇനി അടുത്ത ഫെബ്രുവരി വരുവാന്നിട്ടാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞിറങ്ങിയത്. എന്റെ അമ്മ, ശരിക്കും ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസിനെ കിട്ടിയെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അമ്മ അടിപൊളി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ ലൈഫ് ലോങ്. ദെൻ എത്ര മാസം കഴിഞ്ഞപ്പോ ഇപ്പൊ തിരിച്ചെത്തേണ്ടി വന്നു? 1.5 മാസം കഴിഞ്ഞപ്പോ തിരിച്ച് വീട്ടിലെത്തേണ്ടി വന്നു. സുഹേലിഷു. ഇനിയിപ്പോ അടുത്തത് ഇതുപോലെ തന്നെ ഒരു ലോങ് ജേർണി പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോ ഞാൻ ഈ യാത്ര റീസ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണോ ഞാൻ ഇറങ്ങാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തൊരു ബ്രേക്ക്, അനിവാര്യമായ ബ്രേക്ക് റീസ്റ്റാർട്ട് ചെയ്യും. ആ 8 മാസം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ 8 മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ പ്രോപ്പർ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, പോകേണ്ട കാര്യങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ പോകുന്നത്? അതോ റാൻഡം ആണോ? അല്ല, റാൻഡം ആണ്. 8 മാസം കഴിഞ്ഞാൽ ഞാൻ വരും, എവിടെ പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. പോവും. 8 മാസത്തിനുള്ള ഫണ്ടാണ് ഏറെക്കുറെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. എത്ര രൂപ കൈ വെച്ചിട്ട് ഇറങ്ങുക? കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുത്തിറങ്ങുക. അത് തീരുമ്പോ തിരിച്ച് വീട്ടിലേക്ക് പോരുക. 8 മാസത്തേക്കൊക്കെ പോകുമ്പോ ഞാൻ ചോദിക്കുന്ന കുറെ ആൾക്കാർ, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ബഡ്ജറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് പോകാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുറെ പൈസ ആവുമല്ലോ എന്ന് വെച്ചിട്ട് പോകാത്ത. അപ്പൊ എന്തെങ്കിലും 8 മാസം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പറയുമ്പോൾ ഒരുപാട് പൈസ ആകും എന്നല്ലേ വിചാരിക്കുക. പക്ഷെ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, ഇപ്പൊ ഇറങ്ങിയപ്പം ഒരു ആവറേജ് ഐഡിയ എത്ര പ്ലാൻ ചെയ്തിട്ടാ പോയത്? ഒരു മാസത്തേക്കൊരു 8000-9000 കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം 10K പിടിക്കണം. ഒരു മാസം 10K ഒതുക്കണം. 10K തീരും, ട്രാവൽ ചെയ്തിട്ടും തീർക്കണം. അതാണ് ബഡ്ജറ്റ് വെച്ചത്. അങ്ങനെ വേണം
എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. ഓക്കെ, ഈ 1.5 മാസം അതിനകത്ത് തന്നെ നിൽക്കാൻ പറ്റിയോ? പറ്റി. എത്ര ടോട്ടൽ എക്സ്പെൻസ് വന്നത് ലൈക്ക് എവറസ്റ്റിൽ പോകാൻ വേണ്ടിയിട്ട്? എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് 20,000 ഞങ്ങൾക്ക് ഒരാൾക്കായത്. 20,000 വലുതല്ലേ എന്ന് ചോദിക്കും. പക്ഷേ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന്റെ ആവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 ആണ്. 50,000 മുതൽ 2 ലക്ഷമാണ്. അത് വെച്ച് നോക്കുമ്പോൾ 20,000 വളരെ വളരെ കുറവാണ്. അത് പാക്കേജ് ഒന്നും ഇല്ലാതെ എല്ലാം ഓൺ ആയിട്ട് ചെയ്തിട്ട്? പാക്കേജ് ഇല്ല, ഗൈഡ് ഇല്ല, പോർട്ടർ ഇല്ല. ഞങ്ങൾ തന്നെ വഴി കണ്ടെത്തി, ഞങ്ങൾ തന്നെ ബാഗും ചുമന്ന് മൊത്തം കയറി ഇറങ്ങി. കുറേ നടന്നില്ലേ? ഒരുപാട്, ആവശ്യത്തിലധികം. മടുപ്പ് ഒരിക്കലും വന്നിട്ടില്ല. വന്നത് ആ ഇഷ്യൂ, അവസാനത്തെ ഇഷ്യൂല് മാത്രമേ മടുപ്പ് വന്നിട്ടുള്ളൂ. അല്ല, ഈ നടക്കുമ്പോഴും ഇത്രയും കയറി ഇറങ്ങി ചെയ്യുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ട്? ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? അതായത് ബുദ്ധിമുട്ട് വേറെ, മടുപ്പ് വേറെ. ബുദ്ധിമുട്ട് വരും, സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രോബ്ലംസ് വരും. പക്ഷെ മടുപ്പ് സാധനം വന്നിട്ടേ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത് മാഗിയാ? അല്ല, ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ട. ഞങ്ങൾ ക്യാരി ചെയ്തത് മാഗി, ഓട്സ്, നട്ട്സ്, മുസ്ലി ഇല്ലേ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള അത്, പിന്നെ കുറച്ച് ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ്, പിന്നെ ഡെക്കാത്തലിന്റെ കുറച്ച് പ്രോട്ടീൻ ബാർസ്, അതൊക്കെയാ കൊണ്ടുപോയത്. എന്തൊക്കെയാ? അതായത് വൃന്ദ ഇപ്പം ഇന്നിപ്പോൾ തീരുമാനിച്ചു അടുത്ത മണിക്കൂർ ട്രാവൽ ചെയ്യാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? ടെന്റ് എന്തായാലും വേണം, ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുകൊണ്ട് ക്യാമ്പ് ചെയ്യണം. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, അതിനകത്ത് വിരിക്കാനുള്ള സ്ലീപ്പിംഗ് മാറ്റ്, ആ ഐറ്റംസ് നിർബന്ധമാണ്. ഷൂസ് മസ്റ്റ് ആണ്. പിന്നെ പവർ ബാങ്ക്, അതായത് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഫോണ്, പവർ ബാങ്ക്, ചാർജർ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ബ്രഷും ടൂത്ത് പേസ്റ്റ് ഒന്നും എസെൻഷ്യൽ ഒന്നല്ല, എപ്പോ വേണമെങ്കിലും വാങ്ങാം. എപ്പോ വേണമെങ്കിലും വാങ്ങാം. ജാക്കറ്റ്, തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ജാക്കറ്റ് എടുക്കാം. അതായത് ഇപ്പൊ കുറെ സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര അബദ്ധമായിട്ടാ. അതായത് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പോയിട്ടൊന്നും വാങ്ങൊന്നുമില്ല. എന്റെ വീട്ടിൽ എന്റെ കയ്യിൽ അപ്പം എന്താ ഉള്ളത് അതും എടുത്തിറങ്ങും, ബാക്കി വരുന്നിടത്ത് അങ്ങനെ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കലുണ്ട്. ഇപ്പം കുറെ റെഡിയായി, 70-75% റെഡിയായി. ബാക്കി ഇപ്പോഴും പെൻഡിങ് ആണ്. ഏറ്റവും ക്വിക്കായിട്ട് ഡിസൈഡ് ചെയ്ത് പോയ ഒരു യാത്ര ഏതായിരിക്കും? ഒന്ന് സിക്കിം, അന്ന് പറഞ്ഞില്ലേ ആദ്യം ഫസ്റ്റ് പോയത്. EBC അല്ല, EBC കുറച്ച് ടൈം. ഇനിയിപ്പോ ബാലി ക്യുക്കാണ്. കുറെ എണ്ണം ക്യുക്ക് തന്നെയാണ്. അതായത് പെട്ടെന്ന് ആരെയും ചോദിക്കും പോവല്ലേ, ഓക്കെ പോവാം. അപ്പൊ മെജോറിറ്റിയും ക്യുക്കാണ്. ഒരുപാട് പ്രീ പ്ലാനിങ് ചെയ്യാറില്ല. ഒന്ന് ചെയ്താൽ നടക്കൂല, അതാണ് സത്യം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവെ നമ്മൾ മറ്റേ ബീച്ച് ഓർ മൗണ്ടൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സാധനം ചോദിക്കുന്നില്ല. പക്ഷെ എങ്കിലും വൃന്ദയുടെ ഒരു ടേസ്റ്റ് എന്താണ്? ഏത് കൈൻഡ് ഓഫ് സ്ഥലം കാണാനാണ് കൂടുതൽ ആഗ്രഹം? വീഡിയോസ് കാണുന്നവർക്ക് തന്നെ ഉത്തരം അറിയാം. ഒന്ന് മൗണ്ടെയിൻസ് ആണ്, ട്രക്കിംഗ് നിർബന്ധമാണ്. അങ്ങനെയല്ല, എനിക്ക് നടക്കണം, എനിക്ക് കഷ്ടപ്പെടണം, ഇരിക്കാൻ പറ്റില്ല, നടക്കണം. ട്രക്കിംഗ് ഇല്ലെങ്കിൽ ശരിയാവില്ല. മൗണ്ടെയിൻസ്, വാട്ടർഫോൾസ്, ഇതൊക്കെയാണ് ടേസ്റ്റ്. ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. സിറ്റികൾ വലിയ മൂടില്ല, താല്പര്യമില്ല. ഓക്കെ, ഇത്രയും നടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജിയും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. അപ്പൊ ഈ ഫിറ്റ്നസ് പരിപാടികളൊക്കെ നോക്കുന്ന ആളാണോ? എന്റെ ഫിറ്റ്നസ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ആൾക്കാർ തല്ലും. കാരണം എന്റെ ഫുഡ് ഇൻഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഇൻഎഡ്യൂക്കേറ്റ് ആണ്, പോരാ, ഫുഡ് ഇൻടേക്ക് കുറവാണ്, ചായക്കാണ് കൂടുതൽ കുടിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ട് ചായ ചോദിക്കുന്നു. പക്ഷെ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ടുണ്ട്. അതായത് ഞാൻ ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെയിലി 5 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒക്കെ നടക്കും. ഡെയിലി നടക്കും. ബൈക്കിൽ നടക്കാൻ വേണ്ടി ഇറങ്ങും ഞാൻ. അപ്പൊ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഈ നടത്തുന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. പക്ഷെ തളർന്നു പോകത്തില്ലേ? ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഫസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കഴിക്കാതൊക്കെ ശീലം. അത് സീരിയസ്ലി നമ്മുടെ ബോഡിനെ നമ്മൾ മയപ്പെടുത്തി എടുക്കുന്ന പോലെയാണ് അത് ഉണ്ടാവുക. പിന്നെ കോളേജിൽ 2 കൊല്ലം റേസ് വാക്കിംഗ് ചാമ്പ്യൻ ആയിരുന്നു. 5 കിലോമീറ്ററിന്റെ നടത്ത മത്സരത്തിലെ ചാമ്പ്യൻ. പിന്നെ കൊക്കോ പ്ലെയർ ആണ്. അപ്പൊ അത്ലറ്റിക്സ്, സ്പോർട്സ് ഇതിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ട്. പക്ഷെ ഫുഡും കൂടെ അടിപൊളിയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ആയേനെ. അപ്പൊ അടിപൊളി ആക്കണ്ടേ? കഴിക്കണ്ടേ? ആക്കണം. ഇനി എപ്പോ ആക്കാനാ? ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? എല്ലാം ഡിഫറെന്റ് അല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒന്ന് അത്ര കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടും എല്ലാം കഴിക്കാൻ ഓക്കെ അല്ലാത്തതുകൊണ്ടും വയർ അങ്ങനെ ഇങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യൂല. അപ്പം ചെറിയ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിയാൽ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ എല്ലാ ട്രിപ്പിലും എനിക്ക് അടിക്കലുണ്ട്. ഇപ്പോഴും ഉണ്ടായിരുന്നു? ഈ ലാസ്റ്റിലും ഉണ്ടായിരുന്നു ഫുഡ് ഇൻഫെക്ഷൻ. ഇത് ശരിക്കും ലൈക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോയതാണോ അതോ നേപ്പാൾ ട്രിപ്പിന്റെ കൂടെ വന്നതാണോ? നാട്ടിൽ നിന്ന് ഇറങ്ങിയത് നേപ്പാൾ എന്നുള്ള രീതിയിലാണ്. അവിടെ നേപ്പാൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. പിന്നെയും റിപ്പീറ്റ് ചെയ്തതാണ്? അത്ര ഇഷ്ടപ്പെട്ടു നേപ്പാൾ? നേപ്പാൾ അടിപൊളിയാണ്. ഓക്കെ. ഹിമാലയാസ് ഉണ്ടല്ലോ,
കുറെ ട്രക്കിങ്ങുകൾ ഉണ്ടല്ലോ. ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയത് അന്നപൂർണ സർക്യൂട്ട് ആയിരുന്നു, ഇപ്രാവശ്യം പോയത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ്. അപ്പം ഇനിയും കുറെ ട്രക്കിംഗ് ഉണ്ട്, ഞാൻ ഇനിയും പോകും നേപ്പാൾ എന്തായാലും. ഇനിയും ഇനിയും പോകും. 2 വട്ടം പോരാ, ഇനിയും നമ്മൾ പോകും. ഓരോ ട്രക്കിംഗ് വ്യത്യസ്ത, അപ്പൊ അത് ഭയങ്കര രസമാണ്. കാണുന്ന കാഴ്ചകളും എല്ലാം ഡിഫറെന്റ് ആണല്ലോ. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഏതാ? ഒന്ന് ഞാൻ ഇത് പറയും, എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് പറയും. ഒന്ന് ഞാൻ സിക്കിം പറയും. ഇത് രണ്ടിലും കാണാനുള്ള രസത്തിനപ്പുറത്തേക്ക് അവിടുത്തെ ആളുകൾ ഭയങ്കര അടിപൊളിയാ. നേപ്പാളിലും സിക്കിമിലും നിങ്ങൾ കണ്ണടച്ച് പോയിക്കോ, പെൺകുട്ടികളാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, അവിടുത്തെ നിങ്ങളൊന്നും ചെയ്യൂല, ഭയങ്കര സേഫാണ്. അപ്പൊ അവിടുത്തെ ആളുകളുടെ ഒരു ബിഹേവിയർ, നമ്മളുടെ സേഫ്റ്റി, പിന്നെ കാണാനുള്ള സംഭവങ്ങൾ, ഇത് മൂന്നും കൂടെ വെക്കുമ്പം സിക്കിമും നേപ്പാളും ഒരേപോലെ അടിപൊളിയാണ്. എൻ്റെ ഫേവററ്റ് സ്ഥലങ്ങളാണ്. ഏറ്റവും ഇഷ്ടം അത് രണ്ടുമാണ്. ആസ് എ ഗേൾ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുമ്പം കുറെ കൂടെ ഇഷ്യൂസും ഒക്കെ പറയാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പീരിയഡ്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കാര്യം 7-8 മാസത്തേക്കാണല്ലോ ഇറങ്ങുന്നത്. പെട്ടെന്ന് തിരിച്ചു വരുന്ന 5-6 ദിവസത്തേക്ക് ചാർട്ട് ചെയ്ത് പീരിയഡ്സ് ഡേറ്റ് എല്ലാം നോക്കി അങ്ങനൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? റൂംസ് ഒക്കെ എടുക്കുന്നത് വളരെ കുറവാന്ന് വീഡിയോസിൽ നമ്മൾ കാണുന്നതുമാണ്, വാഷ്റൂംസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാ? ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാറിഞ്ഞാല് ഞാനിപ്പോഴും എന്താ പറയാ, വിസ്പർന്ന് കപ്പിലേക്കൊന്നും മാറിയിട്ടില്ല. അതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു. പേടിയാണോ? ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ സ്വാഭാവികം. അതൊക്കെ മാറണം. ഞാൻ വിസ്പർ എടുക്കും, അത് എപ്പോഴാണോ വരുന്നത് അപ്പം അതങ്ങ് വെക്കും. പിന്നെ ടോയ്ലറ്റ് ആണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യും. ഏതെങ്കിലും വീട്ടിൽ കയറി ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോടെ ചോദിക്കും. എനിക്ക് തോന്നുന്നു നമ്മളെ മൈൻഡ്, അതായത് ഭയങ്കര കംഫർട്ട് സോണിനകത്ത് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഹൈജീനിക് ആയ ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല ബഡ്ജറ്റ് ട്രാവലിംഗ്. ബഡ്ജറ്റ് ട്രാവലിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്യണം, നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് നന്നായിട്ട് വേണം. പിന്നെ ഏത് സിറ്റുവേഷനിലും സർവൈവ് ചെയ്യാനുള്ള ഒരു മൈൻഡും വേണം. ടോയ്ലറ്റ് കിട്ടിയില്ല, അതിന് വൃത്തിയില്ല, പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കിട്ടുന്ന ടോയ്ലറ്റിൽ ഇപ്പൊ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ ടോയ്ലറ്റ് ഈ പലകല്ലേ, പണ്ടത്തെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന പലക വെച്ചിട്ടുള്ള ടോയ്ലറ്റ് ഇല്ലേ, ജസ്റ്റ് പലക മാത്രമേ ഉള്ളൂ, അവിടെ പോയിട്ടിരിക്കുക. അതും യൂസ് ചെയ്യേണ്ടി വന്നു. വേറെ ഒന്നും പറയാനില്ല. ഇതാണോ ഇപ്പൊ നിങ്ങൾ ടോയ്ലറ്റ് ചോദിക്കാൻ പറ്റില്ലല്ലോ, അവര് സമ്മതിക്കുന്നതിന് വലിയ കാര്യം. ഇപ്പൊ മറ്റേ അച്ഛനും അമ്മയൊക്കെ നമ്മളെ അടുത്ത് പറയാം ഞങ്ങളൊക്കെ അതിലിരുന്ന, ഇപ്പൊ വൃന്ദയ്ക്ക് തിരിച്ചും പറയാം ഞാനും അല്ല, ഞാൻ വിളിച്ചോട് പറഞ്ഞു ഇങ്ങനെ പലകന്റെ ടോയ്ലറ്റ് ആടി, ഞങ്ങളൊക്കെ അതാ യൂസ് ചെയ്തേ, ഓക്കെ ഞാനും യൂസ് ചെയ്യാം. ഈ പീരിയഡ്സ് പെയിനിന്റെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഭയങ്കരമായിട്ട്. എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നതെന്ന അങ്ങനെയാണ് കഴിഞ്ഞ ട്രക്കിങ് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നത്. ഇപ്പൊ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്, പീരീഡ്സ് ക്രാമ്പ് മസാജർ വാങ്ങിയിട്ടുണ്ട്, അത് കെട്ടി നടക്കും. പിന്നെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.